നമസ്കാരം. UDF ഭരണകാലത്തെ വിമർശിച്ചുകൊണ്ട് CPM സൈബർ സംഘം ആരംഭിച്ച ഇരുണ്ടകാലം സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ വ്യാപകമായ തിരുത്തൽ. മകനെ തിരിച്ചു വരല്ലേ എന്ന ക്യാമ്പയിനിൽ നിന്ന് അന്തരിച്ച നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഒഴിവാക്കിയാണ് പുതിയ കാർഡുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനിടെ പാർട്ടി സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന വിശദീകരണവുമായി മുതിർന്ന മാധ്യമപ്രവർത്തകരും രംഗത്ത് വന്നു. UDF കാലത്തെ മുൻ മന്ത്രിമാരുടെ ചിത്രങ്ങൾ സഹിതമായിരുന്നു ഇന്നലെ കാർഡുകൾ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് വിവാദമായതോടെ ഇന്ന് പുറത്തിറക്കിയ പുതിയ കാർഡുകളിൽ നേതാക്കളുടെ ഫോട്ടോകൾ പൂർണ്ണമായും ഒഴിവാക്കി പകരം ഭരണകാലത്തെ വീഴ്ചകളും വിഷയങ്ങളും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്തരിച്ച നേതാവ് ആര്യാടൻ മുഹമ്മദ്, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവരുടെ ചിത്രങ്ങളാണ് ക്യാമ്പയിനിൽ നിന്ന് നീക്കം ചെയ്തത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഓരോ വകുപ്പിലും നടത്തിയ അഴിമതികളും മന്ത്രിമാരുടെ വർഗീയ പരാമർശങ്ങളും വെബ്സൈറ്റിലുണ്ടെന്നും LDF പറയുന്നു. മുച്ചൂട് മുടിഞ്ഞുപോയ തകർച്ച നേരിട്ടിരുന്ന ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും, KSRTCയുടെ തകർച്ചകൾ, അനധികൃത നിയമനങ്ങൾ, പാലാരിവട്ടം പാലം അഴിമതി, ബാർ കോഴ, +2 സീറ്റ് കോഴ തുടങ്ങിയവയെല്ലാം തന്നെ വെബ്സൈറ്റിലുണ്ടെന്നും LDF അവകാശപ്പെടുന്നു. ഇനി വേണ്ട ആ ഇരുണ്ട UDF കാലം എന്നാണ് ഹോം പേജിൽ പറയുന്നത്. UDF ഭരണം തിരിച്ചു വരില്ലേ എന്നും ഇതിൽ പറയുന്നുണ്ട്. പാർട്ടിയുടെ സൈബർ വിങ്ങിൽ നിന്ന് പിന്മാറിയെന്ന വാർത്തകൾ നിഷേധിച്ച് മാധ്യമപ്രവർത്തകരായ ES സുഭാഷും മോഹൻദാസുമാണ് രംഗത്ത് വന്നത്. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമുമായിട്ടുള്ള സഹകരണം തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നപ്പോഴും വിരമിച്ച ശേഷവും സോഷ്യൽ മീഡിയയുമായി സഹകരിക്കാറുണ്ടെന്നും ഇപ്പോൾ അതിൽ കൂടുതൽ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സൈബർ ഗ്രൂപ്പിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും മോഹൻദാസും ആവർത്തിച്ചു. സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾക്കായി ദേശാഭിമാനി പ്രവർത്തകരെ പല ഘട്ടങ്ങളിൽ താൽക്കാലികമായി നിയോഗിക്കാറുണ്ടെന്നും ആ രീതിയിൽ താൻ തുടർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ചാനൽ നൽകിയ തെറ്റായ വാർത്ത മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയായിരുന്നുവെന്നാണ് KN മോഹൻദാസ് പറഞ്ഞത്. ഒരേ തലക്കെട്ടും പദപ്രയോഗങ്ങളും ഉപയോഗിച്ച് വാർത്ത ചമയ്ക്കുന്നത് ലജ്ജാകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരും തന്നെ പൊട്ടിത്തെറിച്ചോ അതൃപ്തി പ്രകടിപ്പിച്ചോ പോയിട്ടില്ലെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചു. UDF സർക്കാരിന്റെ അഴിമതികൾ തുറന്നു കാട്ടാൻ ഫെബ്രുവരി 18-ന് CPM സോഷ്യൽ മീഡിയ ടീം ഒരു പുതിയ വെബ്സൈറ്റ് ആരംഭിക്കുകയായിരുന്നു. മറക്കാനാവുമോ ആ ഇരുണ്ടകാലം? 2011-16 കാലഘട്ടത്തിലെ ഭരണ തകർച്ചയും ജനദ്രോഹങ്ങളും തുറന്നു കാട്ടുന്ന വെബ്സൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ്. ഈ വെബ്സൈറ്റ് മൂലം UDF നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷിക്കാനാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ പൊട്ടിത്തെറി വാർത്തകൾ ചമയ്ക്കുന്നതെന്നും മോഹൻദാസ് ആരോപിച്ചു. UDFിനെ തുറന്നു കാട്ടുന്ന ദൗത്യം ഇനി തുടരുമെന്നും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം പാർട്ടിയുടെ സൈബർ ഇടപെടലുകൾ ലക്ഷ്യം കാണുന്നില്ലെന്ന വിലയിരുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതൃപ്തി രേഖപ്പെടുത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് ഇടപെട്ടാണ് നികേഷ് കുമാറിനെ AKG സെന്ററിലെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ തലപ്പത്തെത്തിച്ചത്. എന്നാൽ സമീപകാലത്തെ മേഖലാ ജാഥകളുടെ പ്രചാരണം പരാജയപ്പെട്ടുവെന്ന വിമർശനം പാർട്ടിയിലുണ്ട്. നികേഷ് കുമാറിനെ സംരക്ഷിക്കുന്നത് MV ഗോവിന്ദനാണെന്ന വികാരം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ടെലിവിഷൻ ചർച്ചകളുടെ മാതൃകയിൽ AKG സെന്ററിൽ നിന്നും സംവാദങ്ങൾ സംഘടിപ്പിക്കാനും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനുമായിരുന്നു പാർട്ടിയുടെ പദ്ധതി. ഇതിനായി കണ്ടന്റ് റൈറ്റർമാരും എഡിറ്റർമാരും ഉൾപ്പെടെ 45 പേരടങ്ങുന്ന വലിയൊരു സംഘത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. റിസർച്ച് എ ടോപ്പിക് എന്ന പേരിൽ രാഷ്ട്രീയ എതിരാളികളുടെ വാദങ്ങളെ മുനയൊടിക്കാനായിരുന്നു നീക്കം. എന്നാൽ പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയ നികേഷിന്റെ പ്രവർത്തന ശൈലി പലർക്കും ഉൾക്കൊള്ളാനായില്ല എന്നാണ് വിവരം. സൈബർ സഖാക്കളുടെ ഇടപെടലുകൾ പൊതുജന വികാരം എതിരാക്കുന്നുവെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. പല ക്യാപ്സ്യൂളുകളും ചീറ്റിപ്പോയിരുന്നു. ഇതോടെ നികേഷിനെതിരായ വികാരം പാർട്ടിയിൽ ശക്തമാകുകയാണെന്നും സൂചനകളുണ്ട്.